ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു കാര്യമാണ്. കാരണം ഈ സോഷ്യൽ സ്റ്റാറ്റസിന്റെ അതിന് പിറകെ ഓടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ള കുടുംബക്കാരെയും അതുപോലെ സ്വന്തം മക്കളെയൊക്കെയാണ്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതുപോലെ ആത്മഹത്യ ചെയ്തു, അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണ് അവർ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ നിന്ന് സ്വന്തം കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ച് വിളിക്കാൻ അവർ മടി കാണിക്കുന്നത്. ഈ രക്ഷിതാക്കൾ പറയുന്നതിന്റെ കാര്യം ഇപ്പം തന്നെ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടീൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ച ആ ഒരു വീഡിയോ അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നടത്തിയതിനു ശേഷമാണ് ഇവന്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങി. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി, എൻ്റെ കുട്ടി തന്നെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. പബ്ലിക്കിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പൊ പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും. അതായത് കുട്ടിക്ക് പേരുദോഷം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അത്രയും വൃത്തികെട്ട ഒരുത്തൻ്റെ കൂടെ കെട്ടിച്ചയച്ചു. അതെങ്ങനെ കെട്ടിച്ചു അത് അച്ഛൻ തന്നെ പറയട്ടെ, ഈ പുള്ളിനെ പറയട്ടെ. എൻ്റെ മകൾക്ക് അതുകൊണ്ട് ഇന്ന് അടുത്താവെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്ന്. അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി. 2014 ആർഭാടമായിട്ട് കല്യാണം നടത്തി. അതിലാണ് ഇവിടെ മെയിൻ കാര്യം അതാണ് കേട്ടോ. ആർഭാടമായിട്ട് കല്യാണം നടത്തി. എന്നിട്ട് അവൻ അത് പറയുമ്പോൾ ഒരു ചിരി കണ്ടോ. ഇപ്പോഴും ആ സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊരു സാധനം പുള്ളിയുടെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ മോള് മരിച്ചാലെന്താ, മോളെ കല്യാണം കുറച്ച് അന്തസ്സായിട്ട് ആർഭാടമായിട്ടല്ല നടത്തിയത്. അതിൻ്റെ ഒരു ചിരിയും ഒരു ഇതൊക്കെ ഉണ്ട്. മൈരനല്ലേ ഇത്രയും നികൃഷ്ടമായൊരു പരിപാടി ചെയ്തു വെച്ചിട്ട് ന്യായീകരിക്കണം ഉളുപ്പില്ലാണ്ട്. അതുപോലെ തന്നെ പല രക്ഷിതാക്കളും തിരിച്ച് വിളിക്കാൻ, അതായത് സ്വന്തം കുട്ടികളെ തിരിച്ച് വിളിക്കാൻ മടിക്കുന്നത് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ കുറേ പേരുകൾ നമുക്കിപ്പം ചുറ്റുവട്ടത്ത് ഒരുപാട് പേരുകളുണ്ട് ഇതിൻ്റെ ചുറ്റും. അത് മരണപ്പെട്ട പെൺകുട്ടികളുടെ ഇത് പേര് പറയുകയാണെങ്കിൽ. പക്ഷേ ഇതൊക്കെ അടുത്ത മരണം വരെ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ പോരാ. ഓരോ രക്ഷിതാക്കളും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പിറകെ ഓടാതെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. പിന്നെ ഇതിൽ മരിച്ചിട്ടുള്ള പല പെൺകുട്ടികളും ഒന്നിക്കൽ ജോലി ചെയ്യാത്തവരും അല്ലെങ്കിൽ ജോലിക്ക് പറഞ്ഞ് അയക്കാത്തവരും. ഇതുപോലെ തന്നെ പെൺകുട്ടികൾ ജോലിക്ക് പോയാൽ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കും എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അതുപോലെ കല്യാണം കഴിച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ലൈസൻസ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിയുന്നവരെങ്കിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുക. അതിനുശേഷം നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ, ഭർത്താവിനോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഭർത്താവ് ഇതിനെക്കാട്ടൊരു ഊളയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് എടുത്ത് കൊടുക്കേണ്ട സാധനമൊന്നുമല്ല, നമ്മളത് ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ളൊരു ടോക്കൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടൊരു പിരിമുറുക്കം ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതൊരു ബാധ്യതയായിട്ട് കാണുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് നമുക്ക് ചുറ്റും. ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 99% രക്ഷിതാക്കളും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നത് ഒരു ബാധ്യതയായിട്ട് കാണുന്നവരാ. അങ്ങനെ സ്വന്തം മോളെ ബാധ്യതയായിട്ട് കാണാതെ അവർക്ക് പഠിപ്പിൻ്റെ കൂടെ പെൺകുട്ടിയല്ലേ വേറൊരുത്തൻ്റെ അപ്പുറം പോണ്ടയല്ലേ എന്നും വെച്ചിട്ട് പഠിപ്പിക്കാതിരിക്കരുത്. അവരുടെ കൂടെ പഠിപ്പിനും അതുപോലെ ആ പഠിപ്പിന് ശേഷമുള്ള ജോലി വാങ്ങിക്കൊടുക്കാനും നിങ്ങൾ രക്ഷിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വലിയ കമ്പനികളായിട്ടൊന്നും കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ കുട്ടിക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടികളെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ പരിവേഷം നൽകുന്നതാണ്. ആ ഒരു സൂപ്പർ ഹീറോ പരിവേഷം നൽകിയ ആൾ കൈമലർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് ഇവരെയൊക്കെ നയിക്കുന്നത്. പിന്നെ ഈ ആത്മാഭിമാനം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർ, ഈ കുട്ടി മരിച്ചപ്പോഴും അവൻ്റെ ആ ചിരി കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ആർഭാടത്തോടെ നടത്തിയത് ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടോ നോക്കിയേ. പിന്നെ അമ്മ പറഞ്ഞ കാര്യം എന്താ നോക്കാം. എൻ്റെ മോള് പലവട്ടം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോൾ വിളിക്കുമ്പോഴും പറയാം, അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനോടും അവള് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരിക്കലും ഞാൻ മരിക്കത്തില്ല, സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ, അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ
അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഇങ്ങനത്തെ ഈ കാര്യങ്ങളെ ഉൾപ്പെടെ അങ്ങ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കോളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്താ ഇവിടുന്ന് പറഞ്ഞ ഓക്കെ മോളെ ശരി, ആ ഒരു ലാഘവത്തോടെയല്ലേ പറയുന്നത്. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം അത് നിയമപരമായിട്ട് വിവാഹമോചനം. അപ്പോൾ അതിനെ ഇതിൽ നിന്നൊക്കെ ഈ ഒരു ടോർച്ചറിങ്ങും പരിപാടിയൊക്കെ നമുക്ക് സഹികെട്ട് അതിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പം ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവോഴ്സിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഡിവോഴ്സ് ചെയ്തവൻ മാസും ചെയ്തവൾ പോക്കും എന്ന് പറയുന്ന ഒരു തരം ഡബിൾ ഡാഡി സിൻഡ്രംസ് ഉള്ള ചില നാറികൾ നാട്ടുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞാൽ പെണ്ണ് പോക്കായതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല എന്തോ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് അവിഹിതമുണ്ട്, ഇങ്ങനത്തെ ഉള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള ചില എന്താ പറയുക സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് നാട്ടുകാർ പറഞ്ഞു നടക്കുക. പിന്നെ അത് വിശ്വസിക്കാൻ കുറേ തന്തമാരുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. പിന്നെ നമ്മൾ ധൈര്യത്തോടെ പറയണം, കുട്ടിയുടെ ജീവനേക്കാളും വലുതല്ല ആത്മാഭിമാനമോ അല്ലെങ്കിൽ എന്ത് വാങ്ങാത്തൊലിയാണെങ്കിലും. പിന്നെ ഇവന്മാരൊക്കെ ഈ പൈസ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. ഇപ്പം ഈ നാറിക്ക് 2 ലക്ഷം രൂപ കണ്ട് സാലറി ഉണ്ട്, അതിനേക്കാൾ വലിയൊരു ജോലിയുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടാവും. കാരണം സെക്കൻഡ് മാരേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് സോഷ്യൽ സ്റ്റാറ്റസിന് ചേർന്നത്. നാലാളോട് പറയാലോ എൻ്റെ മരുമോൻ അങ്ങനെ അവിടെ തൊലിച്ചിരുന്നു ഇവിടെ തൊലിച്ചിരുന്നു എന്നൊക്കെ. ശുദ്ധ തന്തയില്ലാത്തവരാണ് ഇതൊക്കെ കാണിച്ചു വെക്കുന്നത്. എന്നിട്ട് അതിനെ മെഴുകി ഒരു മോള് മരിച്ചതിൻ്റെ ഒരു സങ്കടമോ അതൊന്നും കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു കുറ്റബോധമെങ്കിലും ഇവർക്കൊന്ന് കാണിച്ചുകൂടും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകളിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ പ്രതിയാക്കുന്നത് പോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരെയും പ്രതിയാക്കണം. കാരണം അവർ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയും ഇന്ന് ആത്മഹത്യ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർ 1, 2 അതിൽ കൂടുതൽ തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ കൺവിൻസ് ചെയ്ത് വീണ്ടും ഭർത്താക്കന്മാരുടെ വീട്ടിൽ പറഞ്ഞേച്ചേക്കുക. അപ്പോൾ ഈ സോഷ്യൽ സ്റ്റാറ്റസിനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാതിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾ എപ്പോൾ മക്കളോട് ധൈര്യത്തോടെ നീങ്ങ് പോരെ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നോ അന്ന് ഇവിടെ കുറേ മാറ്റങ്ങൾ വരും. പിന്നെ അതുപോലെ ഗവൺമെൻറ്റും മറ്റനുബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതിനെതിരെ എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുക. കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലേ മാറ്റങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി ആർക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ.